തോക്ക് ചൂണ്ടി സ്വർണം കൊള്ളയടിക്കാനെത്തിയ അക്രമികളെ ധീരമായി നേരിട്ട് കടയുടമ മർദ്ദനത്തിനിരയായെങ്കിലും സ്വർണം കൊള്ളയടിച്ച് ബാഗുമായി ഓടിയ പ്രതികളെ പിന്നാലെ ഓടി പിടികൂടി ബാഗ് തിരിച്ചെടുത്ത് ഉടമ ഹൈദരാബാദിലാണ് സംഭവം. കീസറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാഗരം സത്യനാരായണ കോളനിയിലുള്ള ബാലാജി ജ്വല്ലേഴ്സിലാണ് ബൈക്കിലെത്തിയ പ്രതികൾ തോക്ക് ചൂണ്ടി കൊള്ള നടത്തിയത്. കടയുടമ സന്ദീപിനെ ആക്രമിച്ച പ്രതികളെ ധീരമായി സന്ദീപ് നേരിട്ടു. लास्ट कोटिंग ഇതിനിടയിൽ ഒരാൾ സ്വർണം മുഴുവൻ ബാഗിലാക്കി പുറത്തേക്കോടി. എന്നാൽ സന്ദീപ് പിന്നാലെ ഓടി ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു. ആളുകൾ കൂടുന്നത് കണ്ടതോടെ കയ്യിലുണ്ടായിരുന്ന മഴുവും തോക്കുകളും ഉപേക്ഷിച്ച് പ്രതികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു. കീസറ ഇൻസ്പെക്ടർ ആഞ്ജനേയലുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് തോക്കുകൾ കളിത്തോക്കുകളായിരുന്നുവെന്ന് വ്യക്തമായത്. ആക്രമണത്തിൽ സന്ദീപിന് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ് തിരൂർ.